എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ആദ്യമായി ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും, ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവരാണ്. നിങ്ങൾ ഞങ്ങളുടെ പ്രോത്സാഹനമാണ്. നിങ്ങളെ പലയിടത്ത് വെച്ച് കണ്ടുമുട്ടാനും നിങ്ങളുമായിട്ട് സന്തോഷം പങ്കുവെക്കാനൊക്കെ കഴിയുന്നത് ഒരു പദവിയായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ഒരുമിച്ച് തുടരാം. ഈ ആഴ്ച നമുക്ക് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ആഴ്ചയായി മാറും. നാം വിശ്വസിക്കുക. നമുക്ക് ഭയങ്കര ധൈര്യമാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യമാണ്. പൂച്ചയെ കണ്ടിട്ട് എലി ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ എലിയുടെ തൊട്ടടുത്തൊരു മാളമുണ്ട് എന്നൊരു പഴമൊഴിയുണ്ട്. അതായത് എലി ചിരിക്കാൻ കാരണം ഇത്രയും തന്നെ തീർക്കാൻ വരുന്ന, വിഴുങ്ങാൻ വരുന്ന പൂച്ചയെ കണ്ടിട്ടും ചിരിക്കാൻ കാരണം, എടാ പൂച്ചേ, നിന്നിലല്ല എൻ്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ എടാ പൂച്ചേ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ അന്ത്യം നിന്നിലല്ല, എനിക്ക് ഇനിയും ജീവിതമുണ്ട്, കാരണം നിന്നേക്കാൾ തൊട്ടടുത്ത് എനിക്കൊരു മാളമുണ്ട്. ഇതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ധൈര്യം. നമ്മൾ സദൃശ്യവാക്യത്തിൽ വായിക്കുന്നു, കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അല്ലെങ്കിൽ ബലഹീന ജാതിയെങ്കിലും പാറയുടെ പിളർപ്പുകളിൽ കൂടുണ്ടാക്കുന്നു. കുഴിമുയലിന് കൊമ്പില്ല, പല്ലില്ല, വലിയ നഖമില്ല, പാവം ജീവി. എന്നാൽ മറ്റുള്ള ജീവികൾക്ക് ഇതെല്ലാം ഉണ്ട്. എന്നാൽ ആ ജീവികൾക്ക് ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത പാറകളിലാണ് കുഴിമുയൽ കൂടുകൂട്ടുന്നത്. ഇതുപോലെ നമുക്ക് ആശ്രയിക്കാൻ ഒരു ഇടമുള്ളതുകൊണ്ട് ശത്രുവിന് നമ്മെ ആക്രമിച്ച് തീർക്കാൻ കഴിയില്ല. ഇതാണ് ആ ഉദാഹരണത്തിലൂടെയുള്ള സന്ദേശം. ഈ ആഴ്ച നമ്മൾ വലിയ വലിയ വിഷയങ്ങളെ ഫേസ് ചെയ്യും. ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരിടും. എന്നാൽ നമുക്കൊരു സങ്കേതമുണ്ട്, നമുക്കൊരു ഉറപ്പുള്ള ഗോപുരമുണ്ട്, ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ നമുക്കൊരിടമുണ്ട്. ഈ ഒരു ഉറപ്പുള്ള വ്യക്തികൾ ഒരു നാളും കുലുങ്ങിപ്പോകില്ല. നമുക്ക് റോമാലേഖനത്തിലേക്ക് 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ന്റെ 3-ാം വാക്യം 2 മുതൽ ചേർത്ത് വായിക്കാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്മൾ പ്രവേശിച്ചതല്ല, നമുക്കൊരു പ്രവേശനം ദൈവം തന്നതാണ്. യേശുക്രിസ്തു മൂലം, യേശുക്രിസ്തു മൂലമുള്ള പ്രവേശനം. അവിടെ കയറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിലൂടെ മാത്രം. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ജീവനിലേക്കുള്ള എൻട്രി, ഒരു വഴി. യേശു പറഞ്ഞു, ഞാനാണ് വഴി. നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നത് ഞാൻ മൂലമാണ്. നിത്യതയിലോട്ട് മാത്രമല്ല നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം പ്രവേശനം. ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും, അതിലേക്കുള്ള എൻട്രി മുഴുവനും യേശു ക്രിസ്തു മുഖാന്തരമാണ്. ഈ മെട്രോയുടെ ഒരു കാർഡ് വിദേശ രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ മെട്രോയിൽ പോകാൻ വേണ്ടി, ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ടൊരു കാർഡ് കിട്ടും. ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ കാർഡ് ടാപ്പ് ചെയ്താൽ മതി, നമുക്ക് ആ ഗേറ്റ് തുറന്നു വരും, നമുക്ക് ട്രെയിനിൽ കയറാം. കയറിയിട്ട് ഇറങ്ങുമ്പോൾ ഒന്നുകൂടി ടാപ്പ് ചെയ്യണം. ഉടനെ നമ്മുടെ പൈസ ആ ചാർജ് ചെയ്ത കാർഡിൽ നിന്ന് കട്ടാവും. വീണ്ടും അത് ചാർജ് ചെയ്യണം. എന്നാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുണ്ട്, സ്വർഗീയ കാർഡ്. അത് എത്ര ടാപ്പ് ചെയ്താലും ഒരു ചാർജും കൊടുക്കണ്ട, സൗജന്യമായ ഒരു കാർഡ്. എല്ലാ വഴിക്കും യാത്ര ചെയ്യാം, എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം. KSRTC ബസ്സിലല്ല കേട്ടോ. ഇപ്പോൾ ഇലക്ഷനിൽ മുമ്പ് പല പാർട്ടിക്കാരും പറഞ്ഞ വാഗ്ദത്തം
സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര. നല്ല കാര്യം, നടക്കട്ടെ. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ലോൺ, നല്ല കാര്യം, നടക്കട്ടെ. ഇതെല്ലാം അവർ ജയിച്ചെങ്കിലേ അവർക്ക് തരാൻ കഴിയും. എന്നാൽ ഒരുവൻ ജയിച്ച് അത് നേടിത്തന്നതാണ്. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി പിശാചിനെ പരസ്യക്കോലമാക്കിയവനാണ് നമുക്ക് ഈ കാർഡ് തന്നിരിക്കുന്നത്. സൗജന്യ എൻട്രി, എല്ലാവർക്കും പ്രവേശിക്കാം. നിങ്ങൾക്കൊരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ തല പുകഞ്ഞ് ആലോചിക്കേണ്ട, യേശുവിനെ ആശ്രയിച്ചാൽ മതി. എൻ്റെ വീട് എങ്ങനെ ഉയരും, എങ്ങനൊരു നല്ല ബിസിനസ് ആരംഭിക്കാം, നീ ഒട്ടും പേടിക്കേണ്ട കുഞ്ഞെ, നീ കർത്താവിൽ ആശ്രയിച്ചാൽ മതി. നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം, ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യണം, തല പുകഞ്ഞ് ഉറക്കം നഷ്ടപ്പെടുത്തി ഒന്നും കഴിക്കാതെ മെലിഞ്ഞു വരുന്ന എന്തിനാ? കർത്താവിൽ ആശ്രയിക്കുക, എന്നിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങുക. കർത്താവ് വഴിയാണ്. അബ്രഹാമിന് വയസ്സായി. അവൻ ഏലിയാസർ എന്ന വിശ്വസ്തദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് പെണ്ണുങ്ങളെ ഒന്നും എടുക്കരുത്, എൻ്റെ മോനൊരു പെൺകുട്ടിയെ എൻ്റെ ചാർച്ചക്കാരുടെ നിന്ന് എടുക്കണം. ഒരു ദൂതൻ നിന്റെ മുൻപിൽ പോയി കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ ആ ദേശത്ത് ചെന്നപ്പോൾ, നാളുകൾ യാത്ര ചെയ്ത് അവിടെ ചെന്നപ്പോൾ, ഒരു കിണറ്റരികിൽ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ അബ്രഹാം ഏത് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു? ആ കുടുംബത്തിലെ പെൺകൊച്ച്. ദൈവം അബ്രഹാമിൻ്റെ മകന്, ഏക മകന് വേണ്ടി വെച്ചിരുന്ന പെൺകുട്ടിയെ തന്നെ ദൈവം അവിടെ കണക്ട് ചെയ്തു. എല്ലാം നിനക്ക് കണക്റ്റാകും. നീ ദൈവത്തിൻ്റെ വഴിയിലാണോ, ആ വഴിയിലാണ് നിന്റെ അനുഗ്രഹമുള്ളത്. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ, നീ പോയി കെരീത്തിൽ ഒളിച്ചിരിക്കുക. ഞാൻ ആ അഡ്രസ്സ് കാക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഏലിയാവ് അവിടെ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല, ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയെന്ന് കരുതി കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് പോയിരുന്നാലോ? ചെറിയ വ്യത്യാസമല്ലോ, ഒരു കൊച്ചു വ്യത്യാസം. ചെറിയ വ്യത്യാസം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം കാക്കയോട് ദൈവം പറഞ്ഞ സ്ഥലം കെരീത്ത് തോടാണ്. അവിടെ ഇരുന്നാൽ മാത്രമേ കാക്ക കൊണ്ടുവരുന്നത് നമ്മുടെ കയ്യിൽ കിട്ടൂ. പലപ്പോഴും ദൈവം ഉദ്ദേശിച്ച വഴിയിൽ നമ്മളില്ലാത്തത് കൊണ്ട് നമ്മുടെ കാക്ക വന്നിട്ട് പോവുകയാണ്. നമ്മുടെ പോസ്റ്റ്മാൻ വന്ന് നമ്മെ കാണാതെ തിരിഞ്ഞു പോവുകയാണ്. നമ്മുടെ മണി ഓർഡർ, നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, നമ്മുടെ കുടുംബത്തിൽ വരേണ്ട അനുഗ്രഹങ്ങൾ ദൈവം ആക്കിയിരിക്കുന്ന ആ വഴിയിൽ നമ്മളില്ലാത്തത് കൊണ്ട് ആർക്കും കിട്ടാതെ അത് തിരിച്ചു പോവുകയാണ്. ഈ സത്യം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിലാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം ആ വഴിയിലുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വഴിയിലാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ആ വഴിയിലുണ്ട്. എല്ലാം നല്ല ദാനവും തികഞ്ഞതൊക്കെ ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുണ്ട്. അതെവിടെയാണ്? കർത്താവ് പറഞ്ഞ വഴിയിൽ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കെരീത്ത് തോട് വറ്റി. ദൈവം കാക്കയോട് പറഞ്ഞു, ഇനി വരണ്ട, അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ ഏലിയാവിനോടൊരു കാര്യം പറഞ്ഞു, നീ സറാഫത്തിലെ വിധവയുടെ വീട്ടിൽ പോയി പാർക്കാൻ പറഞ്ഞു. അതും ഒരു 3 വർഷമാണെന്ന് ഓർക്കണം. ആ വിധവയുടെ വീട്ടിൽ അല്പം മാവും അല്പം എണ്ണയേ ഉള്ളൂ. എന്നാൽ ഏലിയാവ് ആ വീട്ടിലേക്ക് ചെല്ലലും ആ കലത്തിൽ വർധനവുണ്ടായി, ഭരണിയിൽ എണ്ണയിൽ വർധനവുണ്ടായി. 3 വർഷം അത് വന്നുകൊണ്ടേയിരുന്നു. നീ ദൈവത്തിൻ്റെ വഴിയിലാണോ ഏലിയാവേ? അവിടെ ഇതെല്ലാം ഉണ്ട്. ദൈവത്തിൻ്റെ വഴിയിൽ നിനക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം കരുതി വച്ചിട്ടുണ്ട്.
ചിലർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നിന്നിട്ട് പറയുകയാണ്, ദൈവമേ നീ എന്നെ കാണുന്നില്ലേ, നീ എന്നെ ഒന്നും അറിയുന്നില്ലേ, ഞാൻ എത്ര നാളായി വേദനയിൽ. നീ ദൈവത്തിൻ്റെ വഴിയിലാണോ? യോനയെ പോലെ നിനവയിലേക്ക് പോകുന്നതിന് പകരം തർശീശിലേക്ക് പോയിട്ട് കാറ്റും കോളും വലിയ തിരമാലയും വലിയ അനർത്ഥവും ഒക്കെ എല്ലാം സ്വന്തമായിട്ട് മേടിച്ചതല്ലേ, ദൈവം തന്നതല്ലല്ലോ, ഇതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ലേ. അത് നിൻ്റെ വഴിയല്ലല്ലോ. തിരിച്ച് നല്ലവനായ ദൈവം അവനെ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കയറ്റി വീണ്ടും നിനവയിൽ ദൈവത്തിൻ്റെ വഴിയിൽ കൊണ്ടുവന്നു. ദൈവം അവനെ ദൈവത്തിൻ്റെ വഴിയിൽ കൊണ്ടുവന്നു. അവൻ എന്നിട്ട് ആ നിനവേ ചെന്ന് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഒരു 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നാട് മുടിഞ്ഞു പോകും. നല്ല ഒരു മെസ്സേജ് പോലും അല്ല പറഞ്ഞത്, ഒരു മെസ്സേജ് ഉഴപ്പി പറഞ്ഞു. എന്നാൽ ആ ഒറ്റ വാക്ക് ആ ജനം മുഴുവനും വിടുവിക്കപ്പെട്ടു. പിന്നത്തേത് നമ്മൾ കാണുന്നു, ദൈവം പറയുന്നുണ്ട്, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത 1,00,000 ചില്ലുവാനും പേരെ കുറിച്ച് എനിക്ക് അയ്യോഭാവം കാണിക്കണ്ടേ? അവന് വേണ്ടതെല്ലാം അവിടെ ദൈവം ഒരുക്കി കൊടുക്കുന്നുണ്ട്, അവനെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വഴിയിൽ പഠനങ്ങളുണ്ട്, ദൈവത്തിൻ്റെ വഴിയിൽ സമൃദ്ധിയുണ്ട്, ദൈവത്തിൻ്റെ വഴിയിൽ ഉപദേശങ്ങളുണ്ട്, ദൈവത്തിൻ്റെ വഴിയിൽ സ്നേഹമുണ്ട്, കരുതലുണ്ട്. ഇതെല്ലാം യോനയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നാം കറക്റ്റ് ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം നിന്നാൽ മതി, നാം ഒരു വലിയ ജയമായി മാറും, നാം വലിയൊരു അനുഗ്രഹമായി മാറും. ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല, ആർക്കും നമ്മെ നശിപ്പിക്കാൻ കഴിയില്ല. നാം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. എത്ര പേരിത് വിശ്വസിക്കുന്നു? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ വഴിയിൽ നടക്കണം. ദൈവത്തെ ഭയപ്പെട്ട് നാം നമ്മുടെ വഴിയിൽ നടന്നാൽ പോരാ, കർത്താവിൻ്റെ പ്ലാനിനകത്ത് എല്ലാമുണ്ട്. സാമ്പത്തികമുണ്ട്, വസ്ത്രമുണ്ട്, കുടുംബജീവിതമുണ്ട്. ജോസഫ് ദൈവത്തിൻ്റെ വഴിയിലായിരുന്നു, ദാവീദ് ദൈവത്തിൻ്റെ വഴിയിലായിരുന്നു, യോശുവ ദൈവത്തിൻ്റെ വഴിയിലായിരുന്നു. ആ കറക്റ്റ് ട്രാക്കിൽ യേശു പറഞ്ഞു, ഞാനാണ് വഴി. കർത്താവിലായിരുന്നാൽ മതി, ഒരാൾ ലജ്ജിച്ചു പോയില്ല. ഈ സന്ദേശം നിങ്ങൾക്കൊത്തിരി അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊത്തിരി അനുഗ്രഹമായി. നമുക്ക് വിശ്വസിക്കാം, ഈ ആഴ്ച നമുക്ക് ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൂടുതൽ നടക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മക്കൾക്കും എനിക്കും ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിൻ്റെ വഴിയിൽ മാത്രം നടന്ന് ജയാളികളാകാൻ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങളെ സമർപ്പിക്കും. ഓരോ വ്യക്തികളും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കാണട്ടെ, ഉയർച്ചകൾ കാണട്ടെ, സമൃദ്ധി കാണട്ടെ, നന്മകൾ കാണട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ഒരുമിച്ച് ശക്തിപ്പെടാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു. യേശു മാത്രം മതി.
യേശു അല്ലാതെ. Yes,
രക്ഷക ദൈവം നീ യേശുവിനെ നോക്കി ഒന്ന് പാടിയട്ടെ. യേശു മാത്രം